രണ്ടു ദിവസം മുമ്പേ ഞാനൊരു വീഡിയോ കാണാനിടയായി. പിന്നെ ഈ അർജുനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ചെയ്യാനുള്ള താല്പര്യമില്ലായിരുന്നു. അപ്പം പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അർജുനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ്. അപ്പം ഇതിനെന്ത് പറ്റി എന്നറിയാനുള്ളൊരു താല്പര്യം, അതിൻ്റെ ടെൻഷനായതുകൊണ്ട് മറ്റു വീഡിയോകളൊന്നും നമ്മൾ ശ്രദ്ധിക്കും. പക്ഷേ എല്ലാം നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അതിൽ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയൊരു വീഡിയോ ഷഫീന ബീബി. ഷഫീനയുടെ വീഡിയോ ഒക്കെ ഞാൻ കാണാറുണ്ട്. കാരണം എല്ലാം തുറന്നു പറയാനുള്ള താല്പര്യമുണ്ട്. അങ്ങനെ വേണം ഒരു യൂട്യൂബർ എന്ന് പറയുന്നത്. തനിക്ക് തോന്നുന്ന കാര്യങ്ങൾ തുറന്നു പറയാൻ കഴിയുക. അത് ചിലപ്പം ഞാൻ പറഞ്ഞത് ചില കാര്യങ്ങൾ നമുക്ക് യോജിക്കാൻ പറ്റാത്തത് കാണും, ചില കാര്യങ്ങൾ നമുക്ക് യോജിക്കാൻ പറ്റുന്നത് കാണും, ചില ഭാഷാപ്രയോഗങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാത്തത് കാണും. അതൊക്കെ അവരുടെ ഓരോരുത്തരുടെ താല്പര്യം അല്ലേ. അതിലൂടെ അവരെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അങ്ങനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അവരുടെ വീഡിയോ കാണുന്നവരുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പലപ്പോഴും അവരുടെ വീഡിയോ കാണാറുണ്ട്. ഷഫീന ബീവിയുടെ ചില തുറന്നു പറച്ചിലുകൾ ഞാൻ എപ്പോഴും അത് ആവശ്യമാണെന്ന് തോന്നും. എന്നെപ്പോലുള്ള യൂട്യൂബർമാർക്ക് ഇങ്ങനെ ഇച്ചിരി തുറന്നു പറയാനൊക്കെ അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു തുറന്നു പറയാൻ ശ്രമിക്കും. പക്ഷേ ചില അതിർത്തി വരമ്പുകൾ നിശ്ചയിച്ച് മാത്രമേ ഞാൻ സാധാരണ സംസാരിക്കാറുള്ളൂ. ആരെയും പ്രത്യേകിച്ച് അവർക്ക് വിഷമം ഉണ്ടാകരുത് എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ പല വാക്കുകളും എടുത്ത് പ്രയോഗിക്കാറുള്ളത്. പക്ഷേ ഷഫീന ബീബിയെ പോലുള്ള ആൾക്കാർ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഒരു ലൈവിനകത്ത്, ഷഫീന ബീബിയുടെ ഒരു ലൈവിനകത്ത് നമ്മുടെ വിജിരാജ് അഞ്ചൽ വന്നിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് പറയുന്നത് ഷഫീന ബീബിയുടെ മകനെ തല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തതായിട്ടൊക്കെ പറയുന്നു. അത് ഫീക്കട്രേൻ്റെ നിന്നുകൊണ്ട് ഷഫീന ബീവിയുടെ മകനെ തല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കുന്നു. ഫീക്കട്രേൻ്റെ പിന്നെ പല ആൾക്കാരുടെ പേരുകൾ പരാമർശിക്കുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. യൂട്യൂബിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ടോ? ഒരാളുടെ പറയുന്ന വാക്കുകൾ ഇഷ്ടപ്പെട്ടില്ല, അയാളെ നമ്മൾ പറയത്തില്ലേ, നമ്മളെപ്പറ്റി ഒരാൾ പറയുന്ന, അല്ലെങ്കിൽ അയാളുടെ രീതികൾ യൂട്യൂബിനകത്ത് നമ്മൾ വാക്കുകൾ കൊണ്ടാണ് അമ്മാനം ആടുന്നത്. അപ്പോൾ ആ വാക്കുകൾ കൊണ്ട് അമ്മാനം ആടുമ്പം ചിലവർക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അയാളെ അങ്ങ് ആക്രമിക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ അയാളുടെ വീട്ടുകാരെ ആക്രമിക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കുക എന്നൊക്കെ പോയിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടോ എന്ന് ഞാൻ ഞെട്ടിപ്പോയി. പക്ഷേ വിജിരാജ് എൻ്റെ ലൈവിനകത്ത് പറയുന്നു, പുള്ളിയുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് ഈ കൊട്ടേഷൻ കൊടുക്കുന്നത്. അതിനുവേണ്ടി കാശ് പിടിച്ചു, ജാസ്മിൻ്റെ ഒക്കെ പേര് പറയുന്നത് കേട്ടു. അതിനുവേണ്ടി ഓരോ വ്യക്തികളെ ഇന്ന് കാശ് പിരിച്ചതായിട്ടൊക്കെ പറയുന്നു. 20,000 രൂപയുടെയൊക്കെ കണക്ക് പറയുന്നു. ആകെ 70,000 രൂപ വേണം, അത് വേറെ ഒരാളെ ഏൽപ്പിക്കണം. അങ്ങനെ ഈ ഷഫീന ബീബിയുടെ മകനെ തടഞ്ഞു നിർത്തി ആക്രമിക്കണമെന്നൊക്കെ പറയുന്നു. എനിക്ക് മനസ്സിലാകുന്നില്ല യഥാർത്ഥത്തിൽ അത് പറയുന്നതാരാ. ഒരു യൂട്യൂബിനകത്ത് തൻ്റെ വീഡിയോയ്ക്കകത്ത് ഷഫീന ബീബി ചില ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഫീക്കട്ടേനാണ് ഇതിൻ്റെ പ്രധാനി എന്ന് പറയുന്നത്, ഫീക്കട്ടേനെ പറ്റി പറഞ്ഞു എന്നുള്ളതാണ്. അപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷഫീന ബീവിയെ വാക്കുകൾ കൊണ്ട്, ഇത് ഫീക്കട്ടേനാണെങ്കിലും വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന വ്യക്തിയാണ്. പുള്ളി ഇച്ചിരി തള്ളി മറിക്കുന്ന കൂട്ടത്തിലോ അത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുമുണ്ട്. അപ്പോൾ തള്ളി മറിക്കാമല്ലോ പുള്ളിക്ക്, ഞാൻ അങ്ങനെ ചെയ്ത് കളയും, ഇങ്ങനെ ചെയ്ത് കളയും, അങ്ങനെ ചെയ്ത് മറ്റേ ചെയ്ത് കളയും എന്നൊക്കെ പറയാം. അല്ലാതെ കൊട്ടേഷൻ കാശ് കൊടുത്ത് കൊട്ടേഷൻ കഴിച്ച് പുള്ളിയുടെ മകനെക്കെതിരെ തല്ലാൻ വേണ്ടി കൊടുക്കുക എന്ന് പറയുന്നത്, ആ പയ്യൻ എന്ത് ചെയ്തിട്ടാണ്? എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഇതാ. പുള്ളിയുടെ അമ്മ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ അമ്മയെ നമ്മൾ പറയാൻ ചില കാര്യങ്ങളും പഠിക്കുക. അടിസ്ഥാനപരമായിട്ട് ആ പ്രയോഗങ്ങളെല്ലാം പ്രയോഗിക്കുന്ന അവരുടെ അമ്മയാണ്, ഷഫീന ബീവിയാണ്. അപ്പം വീട്ടുകാരെയൊക്കെ ആക്രമിക്കാൻ തോന്നി എവിടെ ചെന്ന് നിൽക്കും എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ആ പാവം പയ്യൻ എന്ത് പിഴച്ചു? ഞാനെപ്പോഴും പറയുന്നത്, ഒരാളുടെ വാക്കുകൾ കൊണ്ട്, അയാളുടെ തിയറി അല്ലെങ്കിൽ ഒരാൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് പലപ്പോഴും എതിരഭിപ്രായങ്ങൾ കാണും. ഞാനെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ തെറ്റുകൾ നമ്മളെ മാത്രം തെറ്റുകളാണ്. നമ്മൾ പറയുന്നതെല്ലാം ശരിയാവണമെന്നില്ല. ഇപ്പോൾ ഫീക്കട്ടെ തന്നെ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന് പോയതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും തെറ്റായിപ്പോയി എന്ന് അദ്ദേഹം തിരിച്ചു വന്നപ്പം പുള്ളി പലപ്പോഴായിട്ട് സമ്മതിച്ചു തരുന്നതിന് തുല്യമായിട്ട് എനിക്ക് തോന്നുന്നു.
അപ്പം ഞാൻ പറഞ്ഞില്ലേ 2000 നമുക്ക് തോന്നിയ ഒരു കാര്യം ആയിരിക്കത്തില്ല 2004 നമുക്ക് തോന്നുന്നത്. ഇപ്പം 2004 ഈ മാസം ഇപ്പം ജൂലൈയിലല്ലേ, ജൂലൈ നമുക്ക് ഒരു കാര്യത്തെപ്പറ്റി ഇതാണ് ശരി എന്ന് തോന്നിക്കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞ് ആ തോന്നലിന് വ്യത്യാസം വരും. അപ്പം അടിസ്ഥാനപരമായിട്ട് ഒരാൾ ചില വാക്കുകൾ ഷബീന ബീബി പറയുന്നത് കൈകൊണ്ടും കാലുകൊണ്ടും ഒന്നും അല്ലല്ലോ അവർക്കെതിരെ കൊട്ടേഷൻ പ്രയോഗിക്കാൻ. അവർ വാക്കുകൾ കൊണ്ട് അവരുടെ യൂട്യൂബർമാരുടെ ആയുധം എന്ന് പറയുന്നത് നാക്കാണ്. അതുകൊണ്ട് അവർ പ്രയോഗിക്കുന്നു. അത് മുറിവേറ്റിട്ടുണ്ടെങ്കിൽ അതിന് തിരിച്ചു മറുപടി കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ കൈകൊണ്ടും കാലുകൊണ്ടും ഒക്കെ പ്രയോഗിക്കാൻ പോയാൽ എൻ്റെ മക്കളെ എവിടെ ചെന്ന് നിൽക്കുമെന്ന് എനിക്ക് യാതൊരു പിടിയില്ല. അപ്പം ഷബീന അതിനകത്ത് തന്നെ നിന്നുകൊണ്ട് നമ്മളെ ഫീക്കട്ടേനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഫീക്കട്ടേൻ്റെ പറയുന്നു, ഞാൻ കൂട്ടുകാരെല്ലാവരും കൂടെ കൂടി നിൽക്കുന്ന സമയത്ത് ദേഷ്യത്തിൽ അങ്ങനെ പറഞ്ഞു എന്നാണ്. ദേഷ്യത്തിൽ പറഞ്ഞത് അത് അങ്ങനെ ചെയ്യാൻ വേണ്ടിയൊന്നും അല്ല എന്ന് പറഞ്ഞു. അത് ഒരുപക്ഷെ ശരിയായിരിക്കാം. നമ്മൾ ചില കാര്യങ്ങളെല്ലാവരും കൂടെ കൂട്ടുകൂടി നിൽക്കുമ്പോഴത്തേന് ഞാൻ അവളെ അങ്ങനെ ചെയ്ത് കളയും, നമ്മളെ മറ്റേത് ചെയ്ത് കളയും, മറ്റേത് ചെയ്ത്. പിന്നെ ഈ കാശിൻ്റെ കാര്യമൊക്കെ എന്ത് തന്നെയാണെന്നറിയില്ല. അതുപോലെ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ഒരു കാര്യം കേട്ടപ്പോൾ എനിക്ക് ചില ചാനലുകളെ പൂട്ടാൻ വേണ്ടി, സ്ട്രൈക്ക് കൊടുക്കാൻ വേണ്ടി കാശ് കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടമായി നിന്ന് സ്ട്രൈക്ക് ചെയ്ത് ചാനൽ കൂട്ടിപ്പിക്കുക. എന്ത് ലോകമാണ് ഇതെനിക്ക് മനസ്സിലാകുന്നേ ഇല്ല. ഞാൻ എപ്പോഴും പറയുന്നത്, അവർ പറയുന്നത് എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ, ഇപ്പം എന്നെപ്പറ്റി, ഇപ്പം എൻ്റെ ചാനലിനെ പറ്റി അവർക്ക് ഈ ഷബീന ബീബി കണ്ടു അല്ലെങ്കിൽ ഫീക്കട്ടേന് കണ്ടു, അവർക്ക് രണ്ടുപേർക്കും ഞാൻ പറയുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർക്ക് അവരുടെ അഭിപ്രായം തുറന്നു പറയാനുള്ള അവസരമില്ലേ? അപ്പോൾ അത് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവരുടെ പുറകെ നടന്ന് അവർക്കെതിരായിട്ട് പറഞ്ഞവരെ എല്ലാം കൂടെ കൂട്ടി അവർക്ക് ഇത്ര സ്ട്രൈക്ക് കൊടുത്ത് ആ ചാനലങ്ങ് കൂട്ടിപ്പിക്കുകയൊന്നുമല്ല ചെയ്യേണ്ടത്. അതെന്ന് പറഞ്ഞ മൂഢന്മാരായി ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അവർ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല, ഷബീന ബീബി പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ചിലരെ മുറിവേൽപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ചാനൽ എല്ലാവരും കൂടെ കൂട്ടായിട്ട് നിന്ന് അവരെ ആക്രമിച്ച് ആ ചാനലിന് കൂട്ടിപ്പിച്ചു. അവരുടെ രണ്ടാമത്തെ ചാനലാണെന്ന് തോന്നുന്നു. എനിക്ക് ആ രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ഭീരുക്കളാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾക്ക് തൻ്റെ ഇടമായിട്ട് നിന്ന് തോൽപ്പിക്കാൻ പറ്റാത്ത ഭീരുക്കളാണ് അങ്ങനെ സ്ട്രൈക്ക് കൊടുത്ത് പൂട്ടിക്കാൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ വിളിച്ച് പറയാം, ഞങ്ങൾ സ്ട്രൈക്ക് തരാൻ പോയി ഇരിക്കുകയാണ്, വാണിങ് അത് പിൻവലിക്കണം എന്ന് പറഞ്ഞ് ചിലപ്പം ഇത് കൊടുക്കാം. എന്നിട്ട് എന്ത് സംഭവിച്ചു? അവർ പൂർവാധീന ശക്തിയായിട്ട് തിരിച്ചു വരും. അങ്ങനെയാണ് ധീരരങ്ങനാണ് അല്ലേ? അതൊക്കെ നിങ്ങളൊക്കെ സ്ട്രൈക്ക് ചെയ്യുന്നതിൻ്റെ ചാനൽ പിടിച്ചാലും ഞാൻ ധൈര്യസമേതം മുന്നോട്ട് ഇറങ്ങി വരും. അത് ഞാനിപ്പം കാണിച്ചു തരുമെന്ന് പറയാൻ ഷബീന ബീബി തന്നെ വിജയിച്ചു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരുടെ ചാനൽ പുറകെ നടന്ന് സ്ട്രൈക്ക് തന്ന് ഇന്നത്തെ കാലം 2024 ഇത് പ്രാവർത്തികമാകും. ഒരു ചാനലിന് ഇഷ്ടപ്പെട്ടില്ല, എല്ലാവരും കൂടെ നിന്ന് സ്ട്രൈക്ക് ചെയ്ത് പൂട്ടിച്ചു കഴിഞ്ഞാൽ അവർ വേറെ ചാനലുമായിട്ട് വരും. ഇത് കുറച്ച് നാളായി ചിലവരുടെ സൂക്കേടാണ്. ഇഷ്ടപ്പെടാതെ അവരെപ്പറ്റി ഏതെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ ചാനൽ പൂട്ടി. കുറച്ച് നാൾ മുമ്പ് ഡോക്ടർ റോബിന് അനുകൂലമായിട്ട് നിൽക്കുന്നവരെ എല്ലാം ചാനലിലും കൂട്ടായിട്ട് നിന്ന് തോൽപ്പിക്കുക, കൂട്ടായിട്ട് നിന്ന് സ്ട്രൈക്ക് തരിക. ഇതൊക്കെ കഴിഞ്ഞു, ഇതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞു, ഇതൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം ഏതായാലും കൂടെ നിന്നവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മെ ആടിയായി. അത് തന്നെ ഭയങ്കര കാര്യം. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് കേട്ട് കഴിഞ്ഞപ്പം വിജയരാജ് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ഇങ്ങനെയൊക്കെ നടക്കുമോ? കൊട്ടേഷൻ കൊടുക്കാൻ വേണ്ടി യൂട്യൂബ് ഒരു കണ്ടൻറ് ഇഷ്ടമില്ല എന്ന് പറഞ്ഞുകൊണ്ട്, എന്നെപ്പറ്റി അവൾ അങ്ങനെ പറഞ്ഞു, എന്നെപ്പറ്റി അവൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആ ചാനൽ പൂട്ടിപ്പിക്കാൻ വേണ്ടി കാശ് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിച്ച് കൊട്ടേഷൻ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നൊക്കെ പറയുന്നത് വളരെയധികം യൂട്യൂബ്, സോഷ്യൽ മീഡിയ വല്ലാത്ത കഷ്ടമായത്. കാരണം നമ്മളെപ്പോലുള്ളവരൊന്നും ഇതിനകത്ത് എന്താ, എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ആരുടെയും നമ്പർ അറിയില്ല, ഫോൺ നമ്പർ അറിയില്ല, നമ്മളാരും വിളിക്കാറുമില്ല. നമ്മൾ വീഡിയോ ചെയ്യുന്നു. നമുക്ക് പ്രതിബദ്ധതയെന്ന് പറയുന്നത് നമ്മുടെ സബ്സ്ക്രൈബർമാരോട് മാത്രമാണ്, വേറെ ആരോടും നമുക്ക് പ്രതിബദ്ധതയില്ല. ഒരു യൂട്യൂബർമാരും നമ്മൾ വിളിക്കാറില്ല. പിന്നെ നമുക്ക് കമൻറ്റുകൾ വല്ലതും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ വരുവാണെങ്കിൽ നമ്മളത് സ്നേഹം കൊണ്ട് മറുപടി പറയുക എന്നുള്ളൂ. അത് ഗുണമായാലും ചിലപ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടപ്പെടാത്തവർ കാണും.
നമ്മൾ പറയുന്നത് ഇഷ്ടപ്പെടാത്തവർ കാണും. അത് അവരുടെ അഭിപ്രായം പറയുന്നവരെ അവരെല്ലാം നമ്മുടെ ഈ കൊട്ടേറ്റം എന്നാൽ ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈ കാശുള്ളവനും കയ്യൂക്കുള്ളവനും മാത്രം ഈ സോഷ്യൽ മീഡിയ ഭരിച്ചാൽ മതി എന്ന് പറയുന്ന കാലമൊന്നും അതൊക്കെ വെറുതെയാണ്. ഞാൻ പറഞ്ഞില്ല, എപ്പോഴും പറയുന്നത് ഈ ഷഹീന ബീവി ഇഷ്ടമല്ലെങ്കിൽ അവരെ വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ ആശയം കൊണ്ട് അവരെ പൊരുതി തോപ്പിക്കുക എന്ന് പറയുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ യൂട്യൂബർമാരുടെ ആയുധം എന്ന് പറയുന്നത് നാക്കാണ്. നാക്കുകൊണ്ട് അടിച്ച് തോപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ കൊട്ടേഷൻ കൊടുക്കുന്ന കാര്യമില്ല. അത് ഫീലുകൾ ചെയ്യുന്നതാണ്. അത് ഏത് ഫീക്കർ ട്രെയിനാണെങ്കിലും അതേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഫീക്കർ ട്രെയിൻ്റെ വീഡിയോയും ഞാൻ കാണാറുണ്ട്. പക്ഷേ പുള്ളി വീണ്ടും ഇതിനകത്തൊക്കെ വന്ന് പുള്ളി അല്പം കൂടെ എനിക്ക് തോന്നുന്നു പലരെയും പൂട്ടിക്കാൻ വേണ്ടി പല കാര്യങ്ങളും പുള്ളി ചെയ്തതായിട്ടാണ് ഇപ്പോഴൊക്കെ അറിയുന്നത്. അതൊക്കെ ഏതൊക്കെയോ കുടിപ്പകകൾ അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്നു. ഇതൊക്കെ എന്തിനു വേണ്ടി? വീഡിയോ ചെയ്യുക, ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇഷ്ടപ്പെടട്ടെ. അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയും മനോഭാവവും ഒക്കെ എന്തിനു വേണ്ടി എനിക്ക് മനസ്സിലാകുന്നില്ല. സോഷ്യൽ മീഡിയയും എനിക്ക് തോന്നുന്നു ഒരു മാഫിയ ഗ്യാങ്ങായിട്ട് വളരുന്നുണ്ടോ എന്നൊരു സംശയം. പല കഥകളും നമ്മൾ കേൾക്കുന്നില്ലേ. നല്ലത്, അങ്ങനെ തന്നെ ആവട്ടെ. ഏതായാലും ഇത് പറഞ്ഞതിന് പേര് എൻ്റെ പേര് കൊട്ടേഷനൊന്നും അടിച്ചേക്കല്ലേ. നമ്മൾ വെറും പാവം. അപ്പം മറ്റൊരു വിഷയമായി വീണ്ടും എത്താം. ഓക്കെ, ബായ്.